നബി ഓരോ മുഅ്മിനും സ്വന്തം നഫ്സിനേക്കാൾ, സ്വന്തം ശരീരത്തെക്കാൾ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. വഅസ്വാജുഹും ഉമ്മഹാതുഹും, അവിടുത്തെ ഭാര്യമാർ ഓരോ മുഅ്മിനും ഉമ്മമാരാണ് എന്ന് ഖുർആനിലുള്ളതാണ്. ഇത് നിഷേധിച്ചാൽ ആയിഷ റളിയല്ലാഹു അൻഹ എന്റെ ഉമ്മയല്ല എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. കാരണം ഉമ്മുൽ മുഅ്മിനീനാണ്, മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ്. അപ്പോൾ അത് എന്റെ ഉമ്മയല്ല എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വലിയ്യുസ് സാലിഹീൻ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു ഇമാമുൽ മുത്തഖീൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച 10 മഹാന്മാരായ സഹാബിമാർ, അവരുടെ ജീവചരിത്രമാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. 4ാമത്തെ ഖലീഫയായ ഈ 10 പേരിൽ 4ാമത്തെ ആൾ കൂടിയായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ചില ഉപദേശങ്ങളായിരുന്നു അവസാനമായി നമ്മൾ വായിച്ചത്. ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ചില ആളുകൾ, മുസ്ലിം സമുദായത്തിൽ നിന്ന് പഴച്ചുപോയ ചില കക്ഷികൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അതിര് കവിഞ്ഞിട്ടുണ്ട്. അത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹയാത്തിൽ തന്നെ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ അതിര് കവിഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു കൂട്ടം ആളുകൾ അലി റളിയല്ലാഹു അൻഹു ഇലാഹാണ്, അള്ളാഹുവിന് തുല്യമാണ്, ഇബാദത്ത് അർഹിക്കുന്നവനാണ് എന്ന് വിശ്വസിച്ചിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്നഹുനാ ഖൗമൻ അലാ ബാബിൽ മസ്ജിദ് യദ്ദഊന അന്നക റബ്ബുഹും. ഇവിടെ പള്ളിയുടെ പുറത്ത് വാതിൽക്കൽ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്, നിങ്ങൾ റബ്ബാണ് എന്നാണ് അവർ വാദിക്കുന്നത് എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അവരെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, വൈലക്കും, നിങ്ങൾക്കു നാശം, മാ തഖൂലൂൻ, എന്താണ് നിങ്ങൾ പറയുന്നത്? അവർ ഇതുപോലെ പറഞ്ഞു, അൻത റബ്ബുന വഖാലിഖുന, താങ്കൾ ഞങ്ങളുടെ റബ്ബാണ് എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൈലക്കും, നിങ്ങൾക്കു നാശം, ഇന്നമാ അന അബ്ദും മിസ്ലക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു അടിമ മാത്രമാണ്. ആകുലു തുആമ കമാ തഅകുലൂൻ വഅശ്റബു കമാ തശ്റബൂൻ, നിങ്ങൾ തിന്നുന്നത് പോലെ ഞാനും തിന്നുന്നുണ്ട്, നിങ്ങൾ കുടിക്കുന്നത് പോലെ ഞാനും കുടിക്കുന്നുണ്ട്. ഇതെന്ത് മനസ്സിലാക്കാം? റബ്ബാണ്, ഇലാഹാണ് എങ്കിൽ ഒന്നിനെയും ആശ്രയിക്കാൻ പാടില്ല. തിന്നുക, കുടിക്കുക എന്നുള്ളതൊക്കെ ഒരാളുടെ ന്യൂനതകളാണ്, കുറവുകളാണ്. ഭക്ഷണത്തെ അവൻ ആവശ്യമാണ്, ഭക്ഷണമില്ലെങ്കിൽ അവൻ ബുദ്ധിമുട്ടും, അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അത് ഇലാഹിന് യോജിച്ചതല്ല. ഇപ്പം ഇലാഹാണ്, ആരാധ്യനാണ് എന്ന് പറയുന്ന ആളുകളെ, വ്യക്തികളെ ഒക്കെ അളക്കാൻ പറ്റുന്ന ഒരു മാനദണ്ഡമാണിത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. ഇൻ അതാഅത്തുല്ലാഹ അസാബനി ഇൻഷാ, ഞാൻ അള്ളാഹുവിനെ അനുസരിച്ചാൽ അവൻ എനിക്ക് പ്രതിഫലം നൽകും, അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ. വൈൻ അസൈതുഹു ഖശീതു അൻ യുഅദ്ദിബനി, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അള്ളാഹുവിനെ ശിക്ഷിക്കുമെന്ന് ഞാൻ പേടിക്കുന്നു. അങ്ങനെയുള്ളൊരു അടിമ മാത്രമാണ് ഞാൻ. ഫത്തഖുല്ലാഹ വർജിഉ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളുക, നിങ്ങൾ ഈ പറയുന്ന വാദത്തിൽ നിന്ന് മടങ്ങിക്കൊള്ളുക എന്ന് അദ്ദേഹം പറഞ്ഞു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അവരത് വിലക്കെടുത്തില്ല, അവർ ആ വാദത്തിൽ ഉറച്ചു നിന്നു. പിറ്റേ ദിവസം വീണ്ടും ഇതുപോലെ തന്നെ അവർ വന്നു, മസ്ജിദിന്റെ വാതിൽക്കൽ നിന്ന് ഇതുപോലെ തന്നെ പറയാൻ തുടങ്ങി. അങ്ങനെ അത് കേട്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖാദിമായിരുന്ന ഖംബർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അടിമ, അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. അവര് പഴയ പോലെ തന്നെ വീണ്ടും പറയുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ഖിൽഹും, അവരിങ്ങോട്ട് കടത്തിവിടുക. അലി റളിയല്ലാഹു അൻഹു മുമ്പിൽ വന്ന് വീണ്ടും അവർ ഇത് തന്നെ പറഞ്ഞു. 3ാമത്തെ ദിവസം വീണ്ടും ഇത് ആവർത്തിച്ചു. അലി റളിയല്ലാഹു അൻഹു ഈ 3ാമത്തെ ദിവസം പറഞ്ഞു, ലഇൻ ഖുൽതും ദാലിക ലഅഖ്തുലന്നകും ബിഅഖ്ബസി ഖിത്ല, ഇനിയും നിങ്ങൾ ഇത് ആവർത്തിച്ചാൽ ഞാൻ നിങ്ങളെ ഏറ്റവും മോശമായ രീതിയിൽ കൊല്ലുക തന്നെ ചെയ്യും. കൊല്ലുമെന്ന് മാത്രമല്ല, വളരെ മോശമായ രീതിയിലായിരിക്കും കൊല്ലുന്നത് എന്ന് പറഞ്ഞു. ഫഅബൗ ഇല്ലാ ദാലിക, അവർ വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ നോക്കണം, ശിർക്കും കുഫറും ചെയ്തിട്ട് അതിൽ ഒരു മനുഷ്യനുണ്ടാകുന്ന ആവേശം, അത് പിശാച് ഉണ്ടാക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ കൈവിട്ടാൽ, അവന്റെ സംരക്ഷണം നഷ്ടപ്പെട്ടാൽ, പിന്നെ അവൻ ചെയ്യുന്ന പാപങ്ങൾ പിശാച് അവന് അലങ്കരിച്ച് കാണിച്ചു കൊടുക്കും. സുയ്യിന ലഹും സൂഉ അഅമാലിഹിം, പാപങ്ങൾ അവർക്ക് അലങ്കരിക്കപ്പെട്ട് കാണിച്ചിരിക്കുന്നു, അലങ്കൃതമായി തോന്നിയിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞതുപോലെ. അങ്ങനെ ഇവർ ജീവൻ നഷ്ടപ്പെട്ടാലും ശരി ഈ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. അലി റളിയല്ലാഹു അൻഹു ഈ അടിമയെ വിളിച്ചിട്ട് വലിയൊരു കുഴി കുഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിൽ വിറക് കൂട്ടി കത്തിച്ചു.
എന്നിട്ട് അവരോട് പറഞ്ഞു, ഇന്നി ത്വാരിഹുക്കും ഫീഹ ഔ തർജിഉ, ഞാൻ നിങ്ങളെ ഈ കുഴിയിൽ എറിയും, അല്ലെങ്കിൽ നിങ്ങൾ മടങ്ങണം. അപ്പോൾ വീണ്ടും അവസരം കൊടുത്തു, തൗബ ചെയ്യാൻ അവസരം കൊടുത്തു. അവരത് സ്വീകരിച്ചില്ല. അവരെ അലി റളിയല്ലാഹു അൻഹു ആ തീയിലിട്ട് കൊന്നുകളഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നി ഇദാ റഅയ്തു അംറൻ മുൻകറ വഖത്തു നാരി വദഅഉതു ഖംബറ, ഞാൻ ഇതുപോലെയുള്ള തിന്മകൾ കണ്ടാൽ, കുഫർ കണ്ടാൽ തീ കത്തിക്കും, എന്നിട്ട് ഈ അടിമയെ വിളിച്ച് ഞാനത് ശിക്ഷ നടപ്പിലാക്കും എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലൗ കുൻതു അന, അലി റളിയല്ലാഹുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ലം ഉഹരിഖുഹും ബിന്നാർ, ഞാൻ അവരെ കത്തിക്കുമായിരുന്നില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തുഅദ്ദിബു ബിഅദാബില്ലാഹ്, അള്ളാഹു ശിക്ഷിക്കുന്നത് പോലെ നിങ്ങൾ ശിക്ഷിക്കരുത്. അഥവാ തീ കൊണ്ട് ശിക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഖാസായിട്ടുള്ളതാണ്, അത് ചെയ്യരുത്. പക്ഷേ അതിനർത്ഥം അവർ വെറുതെ വിടുമെന്നല്ല. ലവല ഖതൽതുഹും ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ബദ്ദല ദീനഹു ഫഖ്തുലു, മുർത്തദിന് ഉള്ള ശിക്ഷ ഇത് തന്നെയാണ്. അതുകൊണ്ട് അത് ഞാൻ നടപ്പിലാക്കും, പക്ഷെ ഇങ്ങനെയല്ല ചെയ്യുക എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വൈഹ ഇബ്നു ഉമ്മിൽ ഫദ്ൽ, ഇബ്നു ഉമ്മിൽ ഫദ്ലിന്റെ കാര്യം അത്ഭുതം തന്നെ. അഥവാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം അത്ഭുതമാണ്. ഇന്നഹു ലഗവാസുൻ അലൽ ഹന്നാത്ത്, അദ്ദേഹം കുറ്റം കണ്ടുപിടിക്കുന്നവനാണ്. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുറ്റം പറഞ്ഞതല്ല, ആക്ഷേപിച്ചതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഇൽമിനെ പുകഴ്ത്തിയതാണ്. ആരുടെ തെറ്റും അദ്ദേഹം കണ്ടുപിടിക്കും, തെറ്റ് കണ്ടാൽ അദ്ദേഹം എതിർക്കും എന്നുള്ളത് ഒരു മദ്ഹായിട്ട് പറഞ്ഞതാണ്. അപ്പൊ സ്വഹാബത്ത് തെറ്റുകളെ എതിർക്കുന്നവർ ഇഷ്ടപ്പെട്ടിരുന്നു. ശറഇനെതിരായി, ദീനിനെതിരായി വല്ലതും ചെയ്താൽ അത് ചകഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ളത് അത് നസീഹത്തിന്റെ രൂപത്തിൽ തെറ്റ് തിരുത്തുക എന്നുള്ള ഇഖ്ലാസോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അവരെ ഇഷ്ടപ്പെട്ടിരുന്നു സ്വഹാബത്ത്, സ്വന്തം തെറ്റാണെങ്കിൽ കൂടി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അടുത്തതായി അലി റളിയല്ലാഹുവിന്റെ ജീവിതത്തിലെ അവസാനത്തെ സംഭവം അദ്ദേഹത്തിന്റെ മരണം. അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവുകയായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ടുള്ള കാര്യമാണ് അലി റളിയല്ലാഹുവിന്റെ മരണം. ഒരിക്കൽ അവിടുന്ന് അലിയും അമ്മാറും റളിയല്ലാഹു അൻഹുമ അവരോട് രണ്ടുപേരോടുമായിട്ട് പറഞ്ഞു, അലാ ഉഹദ്ദിസുകുമാ ബി അഷ്ഖയിൻ നാസി റജുലൈൻ, ജനങ്ങളിൽ ഏറ്റവും ഭാഗ്യം കെട്ട രണ്ടാളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഖാല ബല യാ റസൂലല്ലാഹ്, അവർ പറഞ്ഞു അതെ, പറഞ്ഞു തരൂ. അവിടുന്ന് പറഞ്ഞു, ഉഹൈമിറു സമൂദ് അല്ലദീ അഖറന്നാഖ, സമൂദ് ഗോത്രത്തിൽ ആ ഒട്ടകത്തെ അറുത്തവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദിം ബഅസ അഷ്ഖാഹ, ഏറ്റവും മോശപ്പെട്ടവൻ ആ പണിക്ക് വേണ്ടി, ആ പാപത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ മോശപ്പെട്ടവനാണ് എന്ന് ഖുർആൻ തന്നെ ഉള്ളതാണ്. അതാണ് ഒന്നാമത്തെ ആൾ. രണ്ടാമത്തേത് വല്ലദീ യദ്രിബുക യാ അലി അലാ ഹാദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം തലക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, നിന്നെ ഇവിടെ വെട്ടുന്നവൻ. ഹത്താ തുബല്ല മിൻഹു ഹാദിഹി, എന്നിട്ട് താടി പിടിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ആ വെട്ട് കാരണം ഇത് നനഞ്ഞു കുതിരും, അഥവാ താടിയിലേക്ക് രക്തം ഒലിച്ചിറങ്ങും എന്ന് പറഞ്ഞു. അങ്ങനെ വെട്ടുന്നവൻ അവനാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു തലക്ക് വെട്ടേറ്റിട്ടായിരിക്കും മരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ടുള്ളതാണ്. ഇത് അലി റളിയല്ലാഹു അൻഹു അറിയാമായിരുന്നു. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരാളെ സംശയവും ഉണ്ടായിരുന്നു, ഇദ്ദേഹമായിരിക്കും എന്നെ കൊല്ലുക എന്നൊരു സംശയം അലി റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം, പിന്നീട് അദ്ദേഹത്തെ കൊന്ന വ്യക്തി, അദ്ദേഹം തന്നെ കൊല്ലുമെന്ന് അലി റളിയല്ലാഹു അൻഹു ഒരു പ്രതീക്ഷ, ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഉറപ്പില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. ഇനി എങ്ങനെയാണ് ഈ കൊലപാതകം ഉണ്ടായത്? അലി റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം അൽ മുറാദി എന്ന് പറയുന്ന ഖാരിജി കൊലപ്പെടുത്തിയത്? എന്തായിരുന്നു കാരണം? നമുക്കറിയാം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഖവാരിജികൾ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മൾ അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ പോരായ്മകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഫിത്നയുണ്ടാക്കി. കാരണം ഇസ്ലാമിന്റെ ശത്രുക്കൾക്കറിയാം, മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് ഭരണാധികാരികളുടെ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ സാധാരണക്കാരെ പെട്ടെന്ന് അത് വീഴ്ത്താൻ പറ്റും. കാരണം ഭരിക്കുന്ന ആളുകൾക്ക് ജനങ്ങളെല്ലാവരും തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല. എല്ലാ ആരോപണങ്ങൾക്കും മറുപടി കൊടുക്കാനും വിശദീകരിക്കാനും അവർക്ക് സാധിക്കണമെന്നില്ല. അതുപോലെ തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഭരിക്കുമ്പോൾ സ്വാഭാവികമായും വീഴ്ച എന്ന് തോന്നാവുന്ന ചില കാര്യങ്ങൾ ആർക്കും സംഭവിക്കാം, അമ്പിയാക്കൾക്കൊഴികെ. അപ്പോൾ അങ്ങനെ ഈ കുറ്റങ്ങൾ പ്രചരിപ്പിച്ചാൽ ജനങ്ങൾ ഭിന്നിക്കും. ഈ ഭരണാധികാരി അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായി ഭിന്നിക്കും. സ്വാഭാവികമായും അനുകൂലിക്കുന്നവർ ശക്തരായിരിക്കും. അങ്ങനെ സമുദായത്തിൽ രണ്ട് ശക്തമായ ചേരികൾ ഉണ്ടാകും, രക്തം ചിന്തലുണ്ടാകും. ഈ ഒരു തന്ത്രം അതൊരു യഹൂദിയുടെ തലയിലുണ്ടായതാണ്. അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന് പറയുന്ന യഹൂദി മുനാഫിഖാണ്, യഹൂദിയാണ്,
മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമുകൾക്കിടയിൽ ഒരു മുനാഫിക്കായി ജീവിച്ചു. അങ്ങനെ ഈ അബ്ദുല്ലാഹ് ബിൻ സബ കുറെ ആളുകളെ സംഘടിപ്പിച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കുറ്റം പറഞ്ഞ്, അങ്ങനെയാണ് നമുക്കറിയാം ആ സംഭവം വിശദീകരിച്ചതാണ്. അവരൊക്കെ മദീനയിൽ ഒരുമിച്ച് കൂടി 2000 പേരുള്ള സംഘം ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊന്നുകളഞ്ഞു. റളിയല്ലാഹു അൻഹു അർദ. അദ്ദേഹം തന്റെ ജീവന് വേണ്ടി മുസ്ലിം സമുദായത്തിൽ ഒരു രക്തച്ചൊരിച്ചിൽ വേണ്ട എന്ന് തീരുമാനിച്ചതാണ്. അല്ലായിരുന്നെങ്കിൽ സ്വഹാബത്തിന് ഇവരെ കൊല്ലാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഷഹാദത്ത് തിരഞ്ഞെടുക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് ഇവരുടെ ശക്തി കൂടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഇവരെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വീകരിച്ച രൂപത്തിലല്ല ഇവരോടുള്ള നിലപാട് സ്വീകരിച്ചത് എന്ന് നമ്മൾ പറഞ്ഞതാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇവരുടെ അപകടം കൂടുതൽ വ്യക്തമായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലും എന്ന് സഹാബത്ത് പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രമാത്രം ധാർഷ്ട്യമുള്ള ആളുകളാണ്, അഹങ്കാരികളാണ് ഇവരെന്നുള്ളത് പിന്നീടാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല അവർ മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തമായത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിലാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഇവര് വീണ്ടും സംഘടിക്കാൻ തുടങ്ങി. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനെ അവർ കാഫിറായി പ്രഖ്യാപിച്ചു. അലി റളിയല്ലാഹു അൻഹു കാഫിറാണ് എന്നവർ പ്രഖ്യാപിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അവരോട് സംസാരിച്ചു. അവരൊരുമിച്ച് കൂട്ടി. എന്നിട്ട് അവരോട് സംസാരിച്ചു, നിങ്ങളുടെ ഈ വാദത്തിൽ നിന്ന് മടങ്ങാൻ തയ്യാറാണോ? അവര് അതിന് തയ്യാറായില്ല. അപ്പൊ അലി റളിയല്ലാഹു അൻഹു അന്നത്തെ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആലിമായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തെ ഇവരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു, അവരോട് സംസാരിക്കാൻ വേണ്ടി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് പറയുന്നത്? എന്താണ് നിങ്ങളുടെ വാദം? അലി റളിയല്ലാഹു അൻഹു എന്ന നമ്മുടെ ഖലീഫ, ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരി, അദ്ദേഹം കാഫിറാണ് എന്ന് പറയാൻ എന്താണ് നിങ്ങളുടെ തെളിവ്? അവർ പറഞ്ഞു, 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, നമുക്കറിയാം സ്വഹാബത്തിനിടയിൽ വളരെ ഖേദകരമായ ഒരു സംഭവം, ജമൽ യുദ്ധം എന്ന് അറിയപ്പെടുന്ന യുദ്ധം നടന്നു. അത് യഥാർത്ഥത്തിൽ ഖവാരിജുകൾ ഉണ്ടാക്കിയതായിരുന്നു. ജമൽ യുദ്ധം എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു അധികാരമേറ്റെടുത്തപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് അലി റളിയല്ലാഹു അൻഹു ഖലീഫയായി ബൈഅത്ത് സ്വീകരിക്കുന്നത്. അപ്പോ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കൊലപാതകികളെ ശിക്ഷിക്കണം, അവർക്ക് വധശിക്ഷ നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കുറച്ച് സ്വഹാബത്ത് ത്വൽഹ റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവ്വാം, ആയിഷ റളിയല്ലാഹു അൻഹ തുടങ്ങിയവർ അലി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. പക്ഷെ അലി റളിയല്ലാഹു അൻഹുവിന് അത് സാധിക്കുമായിരുന്നില്ല. കാരണം ഈ കൊലപാതകികൾ അവർ പിന്നീട് ഇന്നത്തെ പോലെ അവരുടെ പൂർണ്ണമായ പേര് വിവരങ്ങളൊന്നും അന്ന് ലഭ്യമല്ല. അവരെന്ത് ചെയ്തു? അവര് മദീനയിൽ നിന്ന് ഈ കൊലപാതകം കഴിഞ്ഞ് നേരെ അലി റളിയല്ലാഹു അൻഹുവിന്റെ തലസ്ഥാനമായ കൂഫയിലേക്ക് പോയി അവിടെയുള്ള മുസ്ലിം സൈന്യത്തിനുള്ളിൽ കയറിക്കൂടി. അവരാരാണെന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി. അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിൽ അവർ അംഗങ്ങളായി ജോലി തുടങ്ങി. എന്നിട്ട് ആ സൈന്യത്തിൽ പലരെയും ഇവരുടെ ചിന്താഗതിയിലേക്ക് മാറ്റിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇവരെ വേർതിരിച്ച് കണ്ടുപിടിക്കാൻ അലി റളിയല്ലാഹു അൻഹു സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഇവരെ വധശിക്ഷ നടപ്പിലാക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചർച്ചയുണ്ടായി. അലി റളിയല്ലാഹു അൻഹു ഇവരെ കൊല്ലേണ്ടതില്ല എന്ന അഭിപ്രായക്കാരനല്ല, പക്ഷെ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. അങ്ങനെ ആ വിഷയത്തിൽ ഒരു ചർച്ചയുണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നേതൃത്വത്തിൽ വന്ന സ്വഹാബത്ത് ഒരു ഭാഗത്തും അലി റളിയല്ലാഹു അൻഹുവും കൂടെയുള്ളവരും ഒരു ഭാഗത്തുമായി അവര് തമ്പടിച്ചു. ഒരു രാത്രി അവരങ്ങനെ കഴിച്ചുകൂട്ടി. അവരുടെ ചർച്ച തീരുമാനമായില്ല. ആ രാത്രിയിൽ 2 ഭാഗത്തുമുള്ള ചില മുനാഫിക്കുകൾ, ഈ ഖവാരിജുകൾ തന്നെ, അവരെന്ത് ചെയ്തു? അവര് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. രാത്രിയായപ്പോൾ ഇപ്പൊ യുദ്ധം തുടങ്ങിയതുപോലെയുള്ള ഒരു ശബ്ദം അവരുണ്ടാക്കി. അവർ 2 കൂട്ടരും സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വാഭാവികമായും ആയുധമെടുത്തു. അങ്ങനെ പ്രതീക്ഷിക്കാതെ ഉണ്ടായൊരു സംഭവമായിരുന്നു ജമൽ യുദ്ധം എന്ന് പറയുന്നത്. അതല്ലാതെ പലരും ഇന്ന് ചിത്രീകരിക്കുന്നത് പോലെ സ്വഹാബത്തിനിടയിൽ ഇന്നത്തെ 2 രാജ്യങ്ങൾ നടക്കുന്നത് പോലെയുള്ള ഒരു യുദ്ധം, പരസ്പരം കാഫിറാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പരസ്പരം രക്തം ഹലാലാക്കിക്കൊണ്ട് നടന്ന ഒരു യുദ്ധമായിരുന്നില്ല ജമൽ യുദ്ധം. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ ചെയ്തതാണ്. അതിന്റെ കാരണക്കാർ ഈ ഖവാരിജുകൾ തന്നെയായിരുന്നു. ഇതാണ് ജമൽ യുദ്ധം. അപ്പൊ ജമൽ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹയുടെയും അതുപോലെ കൂടെയുള്ള സ്വഹാബത്ത് അവരുമായി ഏറ്റുമുട്ടി. അവരിൽ പലരും മരിച്ചിട്ടുണ്ട്. അതും പല ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണുന്നത് പോലെയുള്ള വലിയൊരു സംഖ്യയൊന്നും മരണമുണ്ടായിട്ടില്ല. ഏതാനും ആളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ജീവൻ എടുത്തു, പക്ഷെ അവരെ അടിമയാക്കിയില്ല, ബാക്കിയുള്ളവരെ ബന്ദികളാക്കിയില്ല. എന്തുകൊണ്ട് അവരെ ബന്ദികളാക്കിയില്ല? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ അതാണ് കാഫിറാകാനുള്ള ഒന്നാമത്തെ കാരണം. അപ്പോൾ മുസ്ലിമീങ്ങളും കാഫിറുകളും തമ്മിൽ യുദ്ധം നടന്നാൽ സാധാരണ എന്താ ചെയ്യുക? അവരുടെ സ്വത്ത് പിടിച്ചെടുക്കും, അവരെ ബന്ദികളാക്കും, അടിമകളാക്കും.
അതൊന്നും ചെയ്തിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാരണം, മുആവിയ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും തമ്മിൽ പിന്നീട് സുഫീൻ യുദ്ധം ഉണ്ടായി. അതും ഇതേ വിഷയത്തിന്റെ തുടർച്ചയായിരുന്നു. ഈ സുഫീൻ യുദ്ധത്തിൽ യുദ്ധം തീർക്കാൻ വേണ്ടി സന്ധി സംഭാഷണം ഉണ്ടായി, സുലഹുണ്ടാക്കിയപ്പോൾ അലി റളിയല്ലാഹു അൻഹു അതിന്റെ കരാറുകൾ എഴുതാൻ പോവുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഹാദാ മാ സാലഹ അലൈഹി അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ് മുആവിയത ഇബ്നു അബി സുഫിയാൻ. മുആവിയയുമായി അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു ഉണ്ടാക്കുന്ന കരാറാണിത് എന്നായിരുന്നു അതിന്റെ തുടക്കം. അത് പറഞ്ഞപ്പോൾ അതിലെ അമീറുൽ മുഅ്മിനീൻ എന്നുള്ള വാക്ക് ഒഴിവാക്കണം എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആവശ്യപ്പെട്ടു. അലി റളിയല്ലാഹു അൻഹു ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ആ വാക്ക് മായ്ച്ചു കളഞ്ഞു. അപ്പോൾ അമീറുൽ മുഅ്മിനീൻ അല്ല എങ്കിൽ പിന്നെ നിങ്ങൾ ആരാണ്? അമീറുൽ കാഫിരീനാണ്. മുഅ്മിൻ, കാഫിർ, ഈ രണ്ട് വിഭാഗമേ ഉള്ളൂ. അതുകൊണ്ട് കാഫിറായി. ഇതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം, ഈ യുദ്ധത്തിൽ സുൽഹുണ്ടാക്കാൻ വേണ്ടി മധ്യസ്ഥന്മാരെ നിയോഗിച്ചിരുന്നു. രണ്ടു ഭാഗത്തുനിന്ന് മധ്യസ്ഥന്മാരെ നിയോഗിച്ചിരുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ ഹുക്കുമാണ് നടപ്പിലാക്കേണ്ടത്, മധ്യസ്ഥന്മാരുടെ ഹുക്കുമല്ല. അള്ളാഹുവിനാണ് ഹുക്കും. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ എന്നൊക്കെ അവർ പറയാൻ തുടങ്ങി. അപ്പൊ ഈ മൂന്ന് കാരണങ്ങളാണുള്ളത് എന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഫഖീഹാണ്, അദ്ദേഹം വലിയ ആലിമാണ്, ആഴത്തിൽ അറിവുള്ള ആളാണ്. അദ്ദേഹം അവരോട് പറഞ്ഞു, ഈ മൂന്ന് വാദത്തിന് ഞാൻ മറുപടി പറഞ്ഞാൽ നിങ്ങൾ മടങ്ങുമോ, നിങ്ങളുടെ ഈ വാദങ്ങൾ അവസാനിപ്പിക്കുമോ എന്ന് ചോദിച്ചു. അവർ അതിന് തയ്യാറായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ട് അവരെ ബന്ദികളാക്കിയില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അവരെ നമുക്ക് ബന്ദികളാക്കാം. അങ്ങനെ ബന്ദികളാക്കുമ്പോൾ സ്വാഭാവികമായും സ്ത്രീകളെയൊക്കെ അടിമകളാക്കും. ആയിഷ റളിയല്ലാഹു അൻഹയെ നിങ്ങൾക്ക് ആർക്കാണ് വേണ്ടത് അടിമയായിട്ട് എന്ന് ചോദിച്ചു. അങ്ങനെ ഉമ്മുൽ മുഅ്മിനീനാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ എല്ലാ മുസ്ലിമീങ്ങളുടെ ഉമ്മയാണ്. അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി ഓരോ മുഅ്മിനും സ്വന്തം നഫ്സിനേക്കാൾ, സ്വന്തം ശരീരത്തെക്കാൾ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. വഅസ്വാജുഹു ഉമ്മഹാതുഹും, അവിടുത്തെ ഭാര്യമാർ ഓരോ മുഅ്മിനും ഉമ്മമാരാണ് എന്ന് ഖുർആനിലുള്ളതാണ്. ഇത് നിഷേധിച്ചാൽ ആയിഷ റളിയല്ലാഹു അൻഹ എന്റെ ഉമ്മയല്ല എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. കാരണം ഉമ്മുൽ മുഅ്മിനീനാണ്, മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ്. അപ്പോൾ അത് എന്റെ ഉമ്മയല്ല എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. ഇനി എന്റെ ഉമ്മയാണ് എന്നാലും എനിക്ക് അടിമയായി വേണം എന്ന് പറഞ്ഞാലോ അവൻ കാഫിറായി. സ്വന്തം ഉമ്മയെ അടിമയാക്കാം എന്ന് പറഞ്ഞാൽ, അത് ഇസ്തിഹ്ലാൽ ചെയ്താൽ, അതിന് തർക്കമില്ല ദീനിൽ എന്ന് പറഞ്ഞാൽ അവൻ കാഫിറായി. അപ്പോൾ ആ വാദം അതോടെ അവസാനിച്ചു. രണ്ടാമത്തേത് എന്താണ്? എന്തുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ എന്നുള്ള വാക്ക് മായ്ച്ചു കളഞ്ഞു? അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു, നമുക്കറിയാം ഹുദൈബിയ സന്ധി മക്കയിലെ മുശ്രിക്കുകളുമായി മദീനയിൽ നിന്ന് വന്ന് മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയ കരാർ. ആ കരാർ എഴുതിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന അന്ന് മുശ്രിക്കായിരുന്ന പിന്നീട് ഇസ്ലാം സ്വീകരിച്ച വ്യക്തി, അദ്ദേഹമായിരുന്നു മുശ്രിക്കുകളുടെ പ്രതിനിധി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഹാദാ മാ സാലഹ അലൈഹി മുഹമ്മദുൻ റസൂലുള്ളാഹി സുഹൈൽ ഇബ്നു അംറിൻ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദ് സുഹൈൽ ഇബ്നു അംറുമായി ഉണ്ടാക്കുന്ന കരാർ എന്ന് പറഞ്ഞിട്ടാണ് തുടക്കം. ഇപ്പൊ സുഹൈൽ ഇബ്നു അംർ പറഞ്ഞു, നിങ്ങൾ റസൂലാണ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ യുദ്ധവുമില്ല, കരാറുമില്ല, ഒന്നിന്റെ ആവശ്യമില്ല, ഞങ്ങളൊക്കെ മുസ്ലിമായല്ലോ, അതുകൊണ്ട് ആ വാക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കാൻ പറഞ്ഞു, ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി. അപ്പോ അതുപോലെയല്ലേ ഇതും എന്ന് ചോദിച്ചു. അത് മായ്ച്ചു കളഞ്ഞതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂൽ അല്ലാതായോ? ആയി എന്ന് പറഞ്ഞാൽ, റസൂൽ അല്ലാതായി എന്ന് പറഞ്ഞാൽ കാഫിറായി. റസൂലാണ് എന്ന് പറഞ്ഞാൽ, എങ്കിൽ അമീറുൽ മുഅ്മിനീൻ എന്നത് മായ്ച്ചു കളഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ തന്നെയാണ്, അതിന് മാറ്റമില്ല. അപ്പൊ ആ വാദവും പൊളിഞ്ഞു. മൂന്നാമത്തേത്, എങ്ങനെയാണ് മധ്യസ്ഥന്മാരെ കൊണ്ടുവന്നത്? അള്ളാഹു അല്ലേ വിധിക്കേണ്ടത്, ഖുർആൻ കൊണ്ടല്ലേ വിധിക്കേണ്ടത് എന്ന വാദമായിരുന്നു. ഈ വാദത്തിന് നേരത്തെ അലി റളിയല്ലാഹു അൻഹു ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഖുർആൻ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ഖുർആൻ കൊണ്ടാണ് വിധിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ മുസഹഫ് കൊണ്ടുവന്നു. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തക്കല്ലം യാ കിതാബ് അല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബെ നീ സംസാരിക്കുക എന്ന് പറഞ്ഞു മുസഹഫിനോട്. അപ്പൊ അവർ പറഞ്ഞു, മുസഹഫ് എങ്ങനെ സംസാരിക്കുമോ എന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പൊ മുസഹഫ് സംസാരിക്കൂല, അള്ളാഹുവിന്റെ ഹുക്കുമ നടപ്പിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഖുർആൻ നമ്മോട് സംസാരിക്കുമോ? ഇല്ലല്ലോ. ആ ഖുർആനിൽ നിന്ന് ഉള്ള ഹുക്കുമുകൾ വെച്ച് മനുഷ്യനാണ് വിധിക്കുക, അത് തന്നെയാണ് മധ്യസ്ഥന്മാർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വേറെ രീതിയിലാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം അവരോട് പറഞ്ഞു,
ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ എങ്ങനെയാണ് ഇസ്ലാമിൽ അതിന്റെ പരിഹാരം? സുൽഹ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്? വൈൻ ഖിഫ്തും ഷിഖാഖ ബൈനിഹിമ, അവർ രണ്ടുപേരും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ പേടിക്കുകയാണെങ്കിൽ, അങ്ങനെ വല്ലതും ഉണ്ടായാൽ ഫബഅസൂ ഹക്കമൻ മിൻ അഹ്ലിഹി വഹക്കമൻ മിൻ അഹ്ലിഹ, അവളുടെ കുടുംബത്തിൽ നിന്ന് അവൾ അംഗീകരിക്കുന്ന ഒരു പ്രതിനിധിയെ, ദീനുള്ള അഖലുള്ള അമാനത്തുള്ള ഒരാളെ ആ ഭാര്യയുടെ കുടുംബം നിർദ്ദേശിക്കുക. അതുപോലെ തന്നെ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് ഒരു മധ്യസ്ഥൻ മുന്നോട്ട് വരിക. ഇതുപോലെയുള്ള മാന്യനായ നാട്ടുകാർ അംഗീകരിക്കുന്ന ഒരു വ്യക്തി. ഇസ്ലാഹൻ യുവഫിഖില്ലാഹു ബൈനഹുമ, അവർ നന്നാവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അവരെ യോജിപ്പിക്കും. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിഷയം ഒരു കുടുംബത്തിന്റെ പ്രശ്നം, ഒരൊറ്റ കുടുംബത്തിന്റെ പ്രശ്നം, അതിൽ രണ്ട് മനുഷ്യരെ മധ്യസ്ഥന്മാരാക്കാമെങ്കിൽ മുസ്ലിം ഉമ്മത്തിന്റെ മുഴുവൻ രക്തം ചിന്തുന്ന വിഷയത്തിൽ അതല്ലേ വലിയ പ്രശ്നം, അതല്ലേ പരിഹരിക്കാൻ കൂടുതൽ അർഹമായിട്ടുള്ളത് എന്ന് ചോദിച്ചു. ഇതോടുകൂടി അവരുടെ 3 വാദങ്ങൾ പരാജയപ്പെട്ടു. ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിലെ, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംവാദം. അപ്പൊ പണ്ഡിതന്മാർ അനുവദിക്കുന്ന സംവാദം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വളരെ ദറൂറത്തിന്റെ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളുടെ രക്തം ചിന്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ അതിന് അർഹനായ വ്യക്തിയാണ് ചെയ്തത്. 3-4 വാചകങ്ങൾ പറഞ്ഞതോടുകൂടി അത് അവസാനിച്ചു. അവരുടെ വായടച്ചു കളഞ്ഞു. ഇങ്ങനെയായിരിക്കണം സംവാദം. അതോടുകൂടി ആ 6000 പേരിൽ 4000 ആളുകൾ മടങ്ങി. ബാക്കി 2000 ആളുകൾ അവരുടെ വാദത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെ ഈ 2000 ആളുകളെ അലി റളിയല്ലാഹു അൻഹു വിളിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങളെ ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല, വെറുതെ വിടാം. പക്ഷെ നിങ്ങൾ മുസ്ലിമീങ്ങൾ ഉപദ്രവിക്കരുത്. നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ 2000 ആളുകൾ അവരവിടുന്ന് പിരിഞ്ഞുപോയി. പക്ഷെ നമുക്കറിയാം, മുനാഫിക്കായ അബ്ദുല്ലാഹ് ഇബ്നു സബൈന്റെ ഉൽപ്പന്നമാണ് അവർ. അവരൊരിക്കലും വെറുതെ നിൽക്കുകയില്ല. അവര് മുസ്ലിമീങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി പ്രതിജ്ഞ ചെയ്തു വന്ന യഹൂദികളുടെ ചാരന്മാരാണ്. അവരെന്തു ചെയ്തു? അവര് ഒരു ദിവസം ഈ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ, ഒരു സംഘം ഖവാരിജുകൾ നടന്നു പോവുകയാണ്. അപ്പൊ വഴിയിൽ അബ്ദുല്ലാഹി ഇബ്നു ഖബ്ബാബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ അവർ കണ്ടു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും നടക്കുകയാണ്. ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്, 9-ാം മാസമാണ്. ഇവര് അബ്ദുല്ലാഹി ഇബ്നു ഖബ്ബാബിനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ സ്വഹാബിയാണോ? അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തെ മനസ്സിലായി കൊല്ലാൻ പോവുകയാണ്. അതിനു മുമ്പ് ഇവർ വെറുതെ ഒരു പരിഹാസമാണ്, ഒരു ഹദീസ് പറയും, സ്വഹാബിയല്ലേ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സതകൂനു ബഅദി ഫിത്ന, എന്റെ കാലശേഷം ഫിത്നകൾ ഉണ്ടാകും. അദ്ദേഹത്തിന് അറിയാം ഇത് അവസാനം പറയാൻ പോകുന്ന വാക്കാണ്. അതുകൊണ്ട് അവർക്ക് ഒരു താക്കീതായിക്കൊണ്ടുള്ള ഒരു ഹദീസ് പറഞ്ഞു, സതകൂനു ബഅദി ഫിത്ന, സതകൂനു ബഅദി ഫിത്ന, എന്റെ കാലശേഷം ഫിത്നകൾ ഉണ്ടാകും. എന്താണ് ഫിത്ന? ഇവർ തന്നെയാണ് ഫിത്ന. എന്നിട്ട് പറഞ്ഞു, അൽ ഖാഇദു ഫീഹ ഖൈറുൻ മിനൽ ഖായിം, ആ ഫിത്ന വരുമ്പോൾ, മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുമ്പോൾ ഇരിക്കുന്നവനാണ് നിൽക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ. വൽ ഖായിമു ഫീഹ ഖൈറുൻ മിനൽ മാശി, നിൽക്കുന്നവനാണ് നടക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ. വൽ മാശി ഫീഹ ഖൈറുൻ മിനസ് സായി, നടക്കുന്നവനാണ് ഓടുന്നവനേക്കാൾ അഫ്ളൽ. എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ തമ്മിൽ ആയുധമെടുക്കാൻ തുടങ്ങിയാൽ, ഇതുപോലെയുള്ള കുഴപ്പങ്ങളുണ്ടായാൽ അതിൽ പങ്കുചേരരുത്, മുസ്ലിമീങ്ങളുടെ രക്തം പരസ്പരം ചിന്തുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ ഹദീസ് പറഞ്ഞു. പക്ഷെ അവര് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അദ്ദേഹത്തെ കൊന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊന്നു. ഭാര്യയുടെ വയറ് കീറി ആ കുട്ടിയെ പുറത്തെടുത്ത് വലിച്ചെറിഞ്ഞു. ഈ വിവരം അലി റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ, ഇത് നടക്കുന്നത് ഹിജ്റ 38-ലാണ്. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഹിജ്റ 38-ലാണ്. അലി റളിയല്ലാഹു അൻഹു ഇവരോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണിത് ചെയ്തത്? ഇസ്ലാമില് ഒരു കൊലപാതകം ചെയ്താൽ അത് എത്ര പേര് കൂടിയിട്ട് ചെയ്തതാണെങ്കിലും അവരെല്ലാവരെയും കൊല്ലുകയാണ് ശിക്ഷ. അപ്പോ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണിത് ചെയ്തത്? നോക്കൂ നിങ്ങൾ അവരുടെ വാശി. അവർ പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഇതിൽ പങ്കുചേർന്നിട്ടുണ്ട്, 2000 ആളുകൾക്കും ഇതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ബാത്തിലിന് വേണ്ടി, അവരുടെ ഈ പഴച്ച വാദത്തിന് വേണ്ടി ജീവൻ കളയാൻ അവർ തയ്യാറായി. നേരത്തെ പറഞ്ഞതുപോലെ പിശാചിന്റെ ഒരു തന്ത്രമാണ്. പിശാച് ആദ്യം പതുക്കെ പതുക്കെ മനുഷ്യനെ പഴപ്പിക്കും. അവസാനം തന്റെ ഈ പഴച്ച വാദത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറാകുന്ന അവസ്ഥ വരും. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഇവരുമായി യുദ്ധം ചെയ്തു. കാരണം 2000 ആളുകളെ ബലമായി പിടിച്ച് വധശിക്ഷ നടപ്പിലാക്കുന്നത് പ്രയാസമാണ്. അവർക്കെതിരെ യുദ്ധം തന്നെ നടത്തി. ആ യുദ്ധത്തിൽ അവരിൽ വലിയ ഒരു ശതമാനം ആളുകൾ മരിച്ചുപോയി. അതാണ് നഹ്റവാൻ യുദ്ധം എന്നറിയപ്പെടുന്നത്. മാറഖത്തു അൻ നഹ്റവാൻ. ആ യുദ്ധത്തിൽ
അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ അഥവാ മുഅ്മിനീങ്ങളുടെ ഭാഗത്തു നിന്ന് 7 പേര് മാത്രമാണ് മരിച്ചത്. ശത്രുക്കള് നിരവധി ആളുകൾ മരിക്കുകയുണ്ടായി. ഇതാണ് ഖവാരിജികളും അലി റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഒരു ചുരുക്കം. അപ്പൊ ഈ പ്രശ്നം കഴിഞ്ഞ്, ഈ യുദ്ധം കഴിഞ്ഞ് ബാക്കിയായ ഖവാരിജികൾ, അവരുടെ പലരുടെയും ബന്ധുക്കൾ ഇതിൽ മരിച്ചിട്ടുണ്ട്, സുഹൃത്തുക്കൾ മരിച്ചിട്ടുണ്ട്, നേതാക്കന്മാർ മരിച്ചിട്ടുണ്ട്. അവർ ഒരു മീറ്റിംഗ് കൂടി ചർച്ച ചെയ്തു. അതിൽ 3 പേര് കൂടിയിട്ട് പദ്ധതിയിട്ടു അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളയണം. അതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ആസ്, ഈ 3 പേരും അന്ന് ഇസ്ലാമിക രാജ്യത്തിന്റെ വലിയ നേതാക്കന്മാരാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ഷാമിലാണ്, അവിടെ ഭരണം നടത്തുന്ന ആളാണ്. അതുപോലെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മിസ്ർ, ഈജിപ്ത് ഭരിക്കുകയാണ്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു കൂഫയിൽ എല്ലാവരുടെയും അമീറാണ്. ഈ 3 പേരെയും കൊല്ലാൻ അവർ തീരുമാനിച്ചു. ഈ 3 പേര് അബ്ദുറഹ്മാൻ ബിൻ മുൽജിം അൽ മുറാദി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത് അദ്ദേഹം വലിയ ഖാരി ആയിരുന്നു, ഖുർആൻ ഹിഫ്ളുള്ള ആളായിരുന്നു. ആലോചിച്ച് നോക്കൂ, ഖുർആൻ പഠിച്ചിട്ട് അതിന്റെ ഫിഖ്ഹ് ഇല്ലാതിരുന്നാൽ, ഖുർആന്റെ ആശയം പഠിക്കാതിരുന്നാൽ, അതിൽ പഠിക്കുക മാത്രമല്ല അതിൽ ഉറച്ചു നിൽക്കാതിരുന്നാൽ, ഖുർആൻ ഇത്തിബാ ചെയ്യാതിരുന്നാൽ ഇതാണ് സംഭവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖവാരിജികളെ കുറിച്ച് പറഞ്ഞത് തഹ്കിറൂന ഖിറാഅതകും ലിഖിറാഅതിഹിം, അവർ ഖുർആൻ ഓതുന്നത് കേട്ടാൽ നിങ്ങളുടെ ഖിറാഅത്ത് നിസ്സാരമായി തോന്നും. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഓതുന്ന പോലുമില്ല, അവർ ഖുർആൻ ഓതും, സ്വഹാബത്തിനേക്കാൾ നന്നായിട്ട് ഓതും. പക്ഷേ അവിടുന്ന് പറഞ്ഞു ലാ യുജാവിസു തറാഖിയഹും, അവരുടെ ഖിറാഅത്ത് അവരുടെ തൊണ്ടക്കുഴി വിട്ട് താഴേക്ക് പോവുകയില്ല. അതാണ് ഖവാരിജികളുടെ ഒരു പ്രത്യേകത. ഖുർആൻ ഓതും, പക്ഷെ അത് തൊണ്ടക്കുഴി വിട്ട് താഴേക്ക് അഥവാ ഖൽബിലേക്ക് ഇറങ്ങുകയില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ അവസ്ഥ. അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ പഠിക്കുന്ന കാര്യത്തിൽ, അതിന്റെ ആശയം മനസ്സിലാക്കുന്ന കാര്യത്തിൽ, അല്ലെ നമ്മൾ നമസ്കരിക്കുമ്പോൾ ഇമാം ഓതുന്നത് നമ്മുടെ തൊണ്ടക്കുഴി പോയിട്ട് അതിന്റെ മുകളിൽ പോലും എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം ആലോചിക്കേണ്ടി വരും. അപ്പോൾ ഖുർആൻ അർത്ഥം മനസ്സിലാക്കുക, ശരിയായ അർത്ഥം, അതിന്റെ തഫ്സീർ, സലഫുകളുടെ തഫ്സീർ, മുൻഗാമികൾ വിശദീകരിച്ച രൂപത്തിൽ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചില ആയത്തുകൾ വ്യാഖ്യാനിച്ചിട്ടാണ് ഈ വലിയ മുസീബത്തിൽ ഇവർ എത്തിപ്പെട്ടത്. ഖുർആന് അതിന്റെ അർത്ഥം അവർക്കറിയാം, അറബി അറിയുന്നവരാണ് അവർ. നമുക്ക് അറബി പോലും അറിയില്ല, അവർ അറബി അറിയുന്നവരാണ്. പക്ഷെ സലഫുകളുടെ തഫ്സീർ, സഹാബത്തിന്റെ തഫ്സീർ അവർ മനസ്സിലാക്കാത്തത് കൊണ്ട് അവർ പഴിച്ചുപോയി. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ മുൽജിം അൽ മുറാദി, അതുപോലെ ബുറഖ് ബിൻ അബ്ദുല്ല തമീമി, അംർ ബിൻ ബുക്കീർ തമീമി എന്നീ 3 പേര് ചർച്ച ചെയ്തു. അങ്ങനെ ഈ 3 പേരും ഓരോരുത്തരെ കൊല്ലാൻ തീരുമാനിച്ചു. അബ്ദുറഹ്മാൻ ബിൻ മുൽജിം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. അദ്ദേഹം അത് ഏറ്റെടുത്തു. എന്നിട്ട് അതിനുവേണ്ടി ഒരു വാൾ വാങ്ങി, 1000 ദിർഹം കൊടുത്ത്, വളരെ വിലപിടിപ്പുള്ളൊരു വാൾ. അതിൽ 1000 ദിർഹം കൊടുത്ത് വിഷം പുരട്ടുകയും ചെയ്തു. അത്രയും മാരകമായ വിഷം ഈ വാളിൽ പുരട്ടി. വെട്ടിക്കഴിഞ്ഞാൽ മരിക്കണം. അങ്ങനെ ഹിജറ 40 38 കഴിഞ്ഞ് 38-ാം വർഷത്തിൽ യുദ്ധമുണ്ടായി. 39-ാം വർഷം കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയി. 40 റമദാൻ മാസത്തിലാണ്, റമദാൻ 17, 19 എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം. റമദാനിലെ രണ്ടാമത്തെ 10 അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഫജ്ർ നമസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ട സമയത്ത് ഈ അബ്ദുറഹ്മാൻ ബിൻ മുൽജിം എന്ന് പറയുന്ന വ്യക്തി ഒളിച്ചിരുന്ന് അദ്ദേഹത്തെ വെട്ടി. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഈ വെട്ടുകൊണ്ടപ്പോ നമസ്കാരത്തിന് മറ്റൊരാളെ ഇമാമ നിർത്തി. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, ലാ യഫൂതന്നകും റജുൽ, അവനെ നിങ്ങൾ വിടരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ജനങ്ങൾ അവനെ പിടിച്ചു. അങ്ങനെ പിടിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് അബ്ദുറഹ്മാൻ ബിൻ മുൽജിമിനെ കൈയൊക്കെ കെട്ടി കൊണ്ടുവന്നു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഐ അദുവല്ലാഹ് അലം ഉഹ്സിൻ ഇലൈക്, അള്ളാഹുവിന്റെ ശത്രുവേ, ഞാൻ നിനക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടില്ലേ? മുസ്ലിമീങ്ങളുടെ ഖലീഫയാണ്, അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിലാണ്. അദ്ദേഹം പല ഉപകാരങ്ങളും ഓരോരുത്തർക്കും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിന് പ്രത്യേകം സ്ഥാനമുണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ മുൽജിമിൻ അദ്ദേഹത്തെ ഖലീഫമാർ പ്രത്യേകം ആദരിച്ചിരുന്നു, ഖുർആൻ അറിയുന്ന ഒരാളായതുകൊണ്ട്. നിങ്ങൾ ഒരുപാട് ഇഹ്സാൻ, ഉപകാരങ്ങൾ ഞാൻ ചെയ്തു തന്നിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഷഹദ്തുഹു 40 സബാഹൻ. അദ്ദേഹം സമ്മതിച്ചു, ഉപകാരം ചെയ്തില്ലെന്ന് ചോദിച്ചപ്പോൾ ബല, അതേന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഫമാ ഹമലക അലാ ഹാദാ, എന്നിട്ട് നീ എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ മറുപടി എന്താണ് പറയുന്നത്? ചോദിച്ചതിനുള്ള ഉത്തരമല്ല. അദ്ദേഹം പറഞ്ഞു, ഷഹദ്തുഹു 40 സബാഹൻ, 40 ദിവസം 40 പ്രഭാതങ്ങളിൽ ഞാൻ ഈ വാള് മൂർച്ച കൂട്ടിയിട്ടുണ്ട്. 40 ദിവസമായിട്ട് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വസഅൽതുല്ലാഹ അൻ യഖ്തുല ബിഹി ശർറ ഖൽഖിഹി, അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട് അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശമായവനെ ഈ വാൾ കൊണ്ട് കൊല്ലാൻ വേണ്ടി. ആലോചിച്ച് നോക്കൂ, ഒരു വലാലത്ത് എത്രമാത്രം ഒരു മനുഷ്യനെ കൊണ്ടുപോകും.
യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥന തിരിച്ചടിക്കുകയാണ് ചെയ്തത്. ഈ വാളുകൊണ്ട് അവസാനം ഇയാള് വധശിക്ഷ നടപ്പിലാക്കിയത്. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ അറാക ഇല്ല മഖ്തൂലൻ ബിഹി, നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാളുകൊണ്ട് നീ കൊല്ലപ്പെടും എന്ന് പറഞ്ഞു. മുറിവേറ്റ അവസ്ഥയിലാണ് ഞാൻ പറയുന്നത്. വല അറാക ഇല്ല മിൻ ശർരി ഖൽഖില്ലാഹ്, നീ പ്രാർത്ഥിച്ചതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടിമകൾ വെച്ച് ഏറ്റവും മോശപ്പെട്ടവനാണ് നീ എന്ന് പറഞ്ഞു. തുമ്മക്കാൽ, എന്നിട്ട് പറഞ്ഞു, നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ നിയമത്തെ കുറിച്ച് പറയാൻ, മരിക്കാൻ പോവുകയാണ് ഞാൻ എന്ന് ഉറപ്പായി അലി റളിയല്ലാഹു അൻഹു. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയാണ്, അന്നഫ്സു ബിൻ നഫ്സ്, ഒരു ജീവന് ഒരു ജീവൻ, അതാണ് നിയമം എന്ന് അദ്ദേഹം വിധി പറഞ്ഞു. ഇൻ അനമിത്തു ഫഖ്തുലൂഹു കമാ ഖതലനി, ഞാൻ മരിച്ചാൽ എന്നെ കൊന്നതുപോലെ ഇവനെ കൊല്ലണം. അതാണ് ഇസ്ലാമിലെ നിയമം. അടിസ്ഥാനപരമായ നിയമം അങ്ങനെയാണ്. എങ്ങനെയാണോ കൊന്നത് അതുപോലെ കൊല്ലണം. സ്വഹാബത്തിന്റെ കാലത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു യഹൂദി 2 കല്ലുകൾ കൊണ്ട് തലക്കടിച്ചു കൊന്നു. അവൻ അതുപോലെ തന്നെ കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ സാധിക്കുമെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇസ്ലാമിക ഭരണാധികാരികൾ ചെയ്യേണ്ടത്. അപ്പോൾ അല്ലാഹു പറഞ്ഞു, എന്നെ കൊന്നതുപോലെ ഇവനെ കൊല്ലണം. വൈൻ ബഖീതു, ഇനി എനിക്ക് ജീവൻ ബാക്കിയാവുകയാണെങ്കിൽ റഅയ്തു ഫീഹി റഈ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ മരിക്കുന്ന നിമിഷവും അദ്ദേഹം അള്ളാഹുവിന്റെ ഒരു ഹുക്മ് നടപ്പിലാക്കുകയാണ്, അത് പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ചികിത്സ നടത്തുന്ന ആള്, വൈദ്യർ അവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഉഹുദ് അഹ്ദക് ഫഇന്നക മയ്യിത്ത്, താങ്കളുടെ വസിയത്തൊക്കെ കൊടുത്തുകൊള്ളുക, താങ്കൾ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്ത് ജുൻദുബ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹം ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ, ഇൻ ഫഖദ്നാക വലാ നഫ്ഖദുക, ഞങ്ങൾക്ക് താങ്കളെ നഷ്ടമായാൽ, അങ്ങനെ നഷ്ടമാകാതിരിക്കട്ടെ, അങ്ങനെ നഷ്ടമാവുകയാണെങ്കിൽ ഫനുബായിഉൽ ഹസൻ, ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഞങ്ങൾ ബൈഅത്ത് ചെയ്യട്ടെ, മകനാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ എന്ന് ചോദിച്ചു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ അമുറുക്കും വലാ അൻഹാക്കും, ഞാൻ അങ്ങനെ ചെയ്യാനും പറയുന്നില്ല ചെയ്യേണ്ടെന്നും പറയുന്നില്ല. അൻതും അബ്സർ, നിങ്ങൾക്കാണ് കൂടുതൽ അറിയുക, നിങ്ങൾ ആലോചിച്ച് ചെയ്താൽ മതി എന്നർത്ഥം. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു തന്റെ മക്കളെ വിളിച്ചു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, എന്നിട്ട് പറഞ്ഞു, അവർക്കൊരു വസിയത്ത് കൊടുത്തു. ആലോചിച്ച് നോക്കൂ, മരണക്കിടക്കയിൽ അദ്ദേഹം പറയുന്ന വാക്കാണ്. ഒരു മുഅ്മിൻ അള്ളാഹുവിനെ കണ്ടുമുട്ടും, ഒരു ദിവസം മരണം നമുക്കുണ്ട് എന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി അമല് ചെയ്യുന്ന ഒരാൾക്ക് മരിക്കുന്ന സമയത്ത് വെപ്രാളം ഉണ്ടാവുകയില്ല. കാരണം ഇത് എല്ലാ ദിവസവും പ്രതീക്ഷിക്കുന്നതാണ് മരണം. അതിനുവേണ്ടി ദിവസവും അധ്വാനിക്കുന്നവനാണ്. നമസ്കരിക്കുന്നത് അതിനുവേണ്ടിയാണ്, മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയാണ്. മറ്റെല്ലാ അമലുകളും ഇബാദത്തുകളും ചെയ്യുന്നത് ആ ജീവിതത്തിന് വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് വ ആബിറു സബീൽ, ദുനിയാവിലൊരു യാത്രക്കാരനാണ് ഞാൻ എന്ന് ബോധമുള്ളവനാണ്. അങ്ങനെയുള്ളവർക്ക് മരണം ഒരു കാര്യമല്ല. അങ്ങനെ അദ്ദേഹം മരിക്കാൻ കിടക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ മക്കളെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ഊസീകുമാ ബിതഖ്വല്ലാഹ്, ഞാൻ നിങ്ങളെ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കുക. വഅല്ലാ തബ്ഗിയ ദുനിയ വഇൻ ബഗത്കുമാ, ദുനിയാവ് നിങ്ങളുടെ പിന്നാലെ ഇങ്ങോട്ട് വന്നാലും നിങ്ങൾ ദുനിയാവിന്റെ പിന്നാലെ പോകാതിരിക്കുക. നമുക്ക് ആവശ്യത്തിന് വേണ്ട ദുനിയാവ് സമ്പാദിക്കുക, നമ്മുടെ മനസ്സ് ദുനിയാവിന്റെ പുറകെ പോകരുത്. വലാ തബ്കിയ അലാ ശൈഇൻ സുബിയ അൻകുമാ, നിങ്ങൾക്ക് തടയപ്പെട്ട ഒരു വിഭവത്തിന്റെ പേരിൽ, എന്തെങ്കിലും സൗഭാഗ്യത്തിന്റെ പേരിൽ നിങ്ങൾ കരയരുത്, അതിനെ ഓർത്ത് വിഷമിക്കരുത്. ദുനിയാവ് എന്ന് പറയുന്നത് നിസ്സാരമാണ്. നമ്മുടെ വിഷമവും സങ്കടവും ഒന്നും ഈ ദുനിയാവ് അർഹിക്കുന്നില്ല. അതുകൊണ്ട് ദുനിയാവിനെ ഓർത്ത് നിങ്ങൾ കരയരുത്. വഖൂലൽ ഹഖ്, നിങ്ങൾ ഹക്ക് പറയണം. വർഹമൽ യതീം, യതീമിനോട് റഹ്മത്ത് കാണിക്കണം, കരുണ കാണിക്കണം. വഅഗീസൽ മൽഹൂഫ്, സഹായം തേടുന്ന, നിങ്ങളോട് കാവൽ ചോദിച്ചു വരുന്ന ആളുകൾക്ക് നിങ്ങൾ അഭയം കൊടുക്കണം. വസ്നആ ലിൽ ആഖിറ, ആഖിറത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുക്കണം. വകൂനാ ലിദ്ദാലിമി ഖസ്മ, അക്രമികൾക്ക് നിങ്ങൾ ഒരു എതിരാളിയായിരിക്കണം. വലിൽ മദ്ലൂമി നാസിറ, ആക്രമിക്കപ്പെടുന്നവന് നിങ്ങൾ എപ്പോഴും സഹായികളായിരിക്കണം. വഅമല ബിമാ ഫിൽ കിതാബ്, ഖുർആനിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അമൽ ചെയ്യണം. വലാ തഖുദകുമാ ഫില്ലാഹി ലൗമതു ലായിം, അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കുമ്പോൾ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ആരൊക്കെ പരിഹസിച്ചാലും ആ പരിഹാസം നിങ്ങളെ അലോസരപ്പെടുത്തരുത്, അത് നിങ്ങളെ സ്വാധീനിക്കരുത്, നിങ്ങളെ ബാധിക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തന്റെ മകനായ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ എന്നൊരു മകനുണ്ട്, അദ്ദേഹത്തിന്റെ ഉമ്മ വേറെയാണ്, ഇബ്നുൽ ഹനഫിയ റഹിമഹുല്ലാഹ് താബിഈ, അദ്ദേഹത്തെ വിളിച്ചു, ചെറിയ മകനാണ്. എന്നിട്ട് പറഞ്ഞു, ഹൽ ഹഫിൽത മാ ഊസിതു ബിഹി അഖവൈക്, നിന്റെ മുതിർന്ന ജ്യേഷ്ഠന്മാരെ ഞാൻ ഉപദേശിച്ചത് നീ കേട്ടുവോ, നീ ഹിഫ്ളാക്കിയോ എന്ന് ചോദിച്ചു. ഖാല നഅം, അവൻ പറഞ്ഞു അതെ. ഖാല, എന്നിട്ട് പറഞ്ഞു, ഫഇന്നി ഊസിക മിസ്ലഹു, ആ പറഞ്ഞ കാര്യമൊക്കെ നിനക്കും ബാധകമാണ്. എന്നിട്ട് പറഞ്ഞു, പക്ഷേ കുറച്ച് കാര്യങ്ങൾ അധികം പറയാനുണ്ട് ചെറിയ മകനോട്. നോക്കൂ നിങ്ങൾ, അവരുടെ ബുദ്ധി, മരിക്കാൻ പോകുമ്പോഴും അദ്ദേഹത്തിന് പൂർണ്ണമായ ബുദ്ധിയുണ്ട്, പൂർണ്ണമായ ഉറപ്പുണ്ട്. ഈ നിർണായക ഘട്ടത്തിൽ അദ്ദേഹം പതറിയിട്ടില്ല, ഓരോരുത്തരോടും പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഈ ചെറിയ മകനോട് പറഞ്ഞു, മൂത്ത മക്കളോട് ജ്യേഷ്ഠന്മാരോട് പറഞ്ഞതൊക്കെ നിനക്കും ബാധകമാണ്. ഊസീക, അതിന് പുറമെ നിനക്ക് ഞാൻ വസിയത്ത് നൽകുന്നു, ബിതൗഖീരി അഖവൈക്, നിന്റെ ജ്യേഷ്ഠന്മാരെ നീ ബഹുമാനിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതൊരു ബന്ധവും സമാധാനത്തോടുകൂടി സ്ഥിരതയോടുകൂടി മുന്നോട്ട് പോകാൻ ഓരോരുത്തരും അവനവന്റെ സ്ഥാനം മനസ്സിലാക്കണം. ബഹുമാനിക്കേണ്ടവർ ബഹുമാനിക്കണം, റഹ്മത്ത് കാണിക്കേണ്ടവർ റഹ്മത്ത് കാണിക്കണം. അങ്ങനെ ആയാൽ എല്ലാ ബന്ധങ്ങളും ഭദ്രമായിരിക്കും. നീ നിന്റെ ജ്യേഷ്ഠന്മാരെ ബഹുമാനിക്കണം. ലി അളീമി ഹഖ്ഹിമ അലൈക്, കാരണം അവർക്ക് നിന്റെ മേൽ വലിയ അവകാശങ്ങളുണ്ട്. കാരണം മുതിർന്ന ജ്യേഷ്ഠന്മാരായതുകൊണ്ട് അവരാണ് നിന്നെ സംരക്ഷിക്കുന്നത്. ഫത്തബി അംറഹുമ, അവരുടെ കൽപ്പന നീ അനുസരിക്കണം. വലാ തഖ്ത അംറൻ ദൂനഹുമ, അവരുടെ അഭിപ്രായം ചോദിക്കാത്ത നീ ഒരു തീരുമാനവും എടുക്കരുത് എന്ന് പറഞ്ഞു. സുമ്മ ഖാല, എന്നിട്ട് മറ്റവരോട് പറഞ്ഞു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരോട് പറഞ്ഞു, ഊസികുമാ ബിഹി, ഇവന്റെ കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഫഇന്നഹു ശഖീഖുകുമാ, അവൻ നിങ്ങളുടെ ഒരു കഷണമാണ്, നിങ്ങളുടെ രണ്ടുപേരുടെയും അതേ ചോരയാണ്. മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ വബ്നു അബീകുമാ, നിങ്ങളുടെ ഉപ്പയുടെ രക്തം തന്നെയാണ്. വഖദ് അലിംതുമാ അന്ന അബാകുമാ കാന യുഹിബ്ബു, നിങ്ങളുടെ ഉപ്പാക്ക് അവൻ വളരെ പ്രിയങ്കരനായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഉമ്മ വേറെയാണെന്ന് വിചാരിച്ച് അവനോട് ഒരു അവഗണന ഉണ്ടാകരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പ്രത്യേകമായി പറഞ്ഞു, ഊസീക യാ ബുനയ്യ ബിതഖ്വല്ലാഹ്, എന്റെ മോനെ ഞാൻ നിന്നോട് തഖ്വയെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. വഇഖാമിസ് സ്വലാത്തി ലിവഖ്തിഹാ, വഖ്തിൽ നമസ്കരിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, അവര് സ്വഹാബത്താണ്. ഹസൻ റളിയല്ലാഹു അൻഹു വലിയ ആബിദായിരുന്നു, വലിയ മഹാനായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തോടാണ് പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട വിഷയം അതാണ്, തഖ്വ, നമസ്കാരം, ദീൻ, അതാണ് അവരുടെ വിഷയം. വഇതാഇ സകാത്ത് ഇൻദ മഹല്ലിഹ, സകാത്തിന് സമയമായാൽ സകാത്ത് കൊടുക്കണം. വഹുസ്നുൽ വുളു ശരിയാക്കണം. ഫഇന്നഹു ലാ സ്വലാത്ത ഇല്ലാ ബിത്തുഹൂർ, കാരണം വുളു ഇല്ലാതെ നമസ്കാരമില്ല. വലാ തുഖ്ബലു സ്വലാത്തുൻ മിൻ മാനിഇ സകാത്ത്, സകാത്ത് നൽകാത്തവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. വഊസീക ബിഗഫ്രി ദംബ്, പാപങ്ങൾ തെറ്റുകൾ ചെയ്യുന്നവർക്ക് അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. വഖദ്മിൽ ഗൈർ, കോപം നിയന്ത്രിക്കണം. വസിലത്തുർ റഹിം, രക്തബന്ധം ചേർക്കണം. വൽ ഹിൽമി ഇൻദൽ ജഹൽ, ആരെങ്കിലും നമ്മോട് വിവരക്കേട് കാണിച്ചാൽ നീ ക്ഷമ പുലർത്തണം. വത്തഫഖ്ഹി ഫിദ്ദീൻ, ദീൻ പഠിക്കണം. വത്തസബ്ബുത്ത് ഫിൽ അംർ, കാര്യങ്ങളിലൊക്കെ അവധാനത കാണിക്കണം, ഉറപ്പുവരുത്തണം. ഒരു കാര്യം കേട്ടാൽ എടുത്തു ചാടി ഒന്നും ചെയ്യാതെ ആലോചിച്ച് ഉറപ്പുവരുത്തണം, അന്വേഷിച്ച് ഉറപ്പുവരുത്തണം. വത്തആഹുദി ലിൽ ഖുർആൻ, ഖുർആൻ ഓർമ്മ പുതുക്കണം. ഖുർആൻ ഹിഫ്ലാക്കിയത് മറന്നുപോകാതെ പുതുക്കിക്കൊണ്ടിരിക്കണം. വഹുസ്നുൽ ജിവാർ, അയൽവാസികളോട് നന്നായി പെരുമാറണം. വൽ അംരി ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കണം, തിന്മ വിലക്കണം. വജ്തിനാബിൽ ഫവാഹിഷ്, ഫാഹിഷത്തുകൾ, മ്ലേച്ഛമായ പാപങ്ങൾ നീ ഉപേക്ഷിക്കണം. ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ആറ്റിക്കുറുക്കിയ വാക്കുകൾ, ആഖിറത്തിനു വേണ്ടി അനിവാര്യമായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ഇത് തന്റെ മക്കളെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അത് കഴിഞ്ഞ് 2 ദിവസം അദ്ദേഹം കിടപ്പിലായി. 3-ാമത്തെ ദിവസം രാത്രി അദ്ദേഹം മരണപ്പെട്ടു. ആ റമദാനിൽ അവസാനത്തെ 10ന്റെ തുടക്കത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. 63 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. മരണാസന്നനായപ്പോ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിച്ച് ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ അവസാനമായി അദ്ദേഹം ഉച്ചരിച്ച വാക്ക് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ് എന്ന ആയത്തുകളായിരുന്നു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, അതുപോലെ അവരുടെ ബന്ധുവായ അബ്ദുല്ലാഹ് ബിൻ ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, ഇവർ 3 പേരും കൂടിയാണ് അദ്ദേഹത്തെ കുളിപ്പിച്ചത്. ഹസൻ റളിയല്ലാഹു അൻഹു ആണ് ഇമാം എന്നത്. 4.5 വർഷമായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത്. ഇനി ഈ വധശ്രമം, ഈ കൊലപാതകം ഇത് ചെയ്ത അബ്ദുറഹ്മാൻ ബിൻ മുൽജിമിന്റെ 2 കൂട്ടുകാരുണ്ടല്ലോ, മുആവിയയും അംർ ബിൻ ആസിനെയും റളിയല്ലാഹു അൻഹും, അവരെ കൊലപ്പെടുത്താൻ പോയവർ. അവർക്ക് എന്ത് സംഭവിച്ചു? മുആവിയ റളിയല്ലാഹു അൻഹു കൊല്ലാൻ പോയ വ്യക്തി, അദ്ദേഹം ഇതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വെട്ടാൻ ചെന്നു. അദ്ദേഹത്തിന് വെട്ടുകൊണ്ടത് അദ്ദേഹത്തിന്റെ പിറകിലായിരുന്നു. അദ്ദേഹം മരിച്ചില്ല. അദ്ദേഹത്തിന് കാര്യമായ പരിക്ക് പറ്റി, പക്ഷെ രക്ഷപ്പെട്ടു. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, അദ്ദേഹം വെട്ടുകൊണ്ടിട്ട് ഈ വെട്ടിയവനെ പിടികൂടുകയും അവനെ മറ്റുള്ളവർക്ക് കൈമാറുകയും ചെയ്തു. അതുപോലെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നു. അദ്ദേഹം വന്ന് നമസ്കാരത്തിന് വേറെ ഒരാളെയാണ്, ഖാരിജത്ത് ബിൻ ഹുദാഫ എന്ന് പറയുന്ന വ്യക്തിയെയാണ് ഇമാമ നിർത്തിയത്. അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇങ്ങനെ ഈ 3 പേരുടെയും കഥ ഇങ്ങനെയാണ് അവസാനിച്ചത്. ഇതാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ചുരുങ്ങിയ രൂപത്തിലുള്ള ജീവചരിത്രം. അദ്ദേഹത്തിന് 15 ആൺമക്കളും 18 പെൺമക്കളും ഉണ്ടായിരുന്നു. 33 മക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നിരവധി ഭാര്യമാരുണ്ടായിട്ടുണ്ട്. പല അവസരങ്ങളിലായി അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ട്. ചില ആളുകൾ പറയും അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയെ മാത്രമേ വിവാഹം കഴിച്ചിട്ടുള്ളൂ.
അബൂജഹലിന്റെ മകളെ വിവാഹം അന്വേഷിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടാമത് വിവാഹം കഴിക്കുക എന്നുള്ളത്, ബഹുഭാര്യത്വം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിന് അത് തെളിവാക്കാറാണ്. അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ അലി റളിയല്ലാഹു അൻഹു പല അവസരങ്ങളിലായി 8ഓളം വിവാഹം കഴിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കൂടെ അബൂജഹലിന്റെ മകളെ അദ്ദേഹം വിവാഹം അന്വേഷിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത്? അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ മകളും അള്ളാഹുവിന്റെ ശത്രുവിന്റെ മകളും ഒരേ വീട്ടിൽ കഴിയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. അബൂജഹൽ എന്ന് പറയുന്നത് അത്രയും ഇസ്ലാമിന്റെ കൊടിയ ശത്രുവാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിരുത്സാഹപ്പെടുത്തിയത്. അതല്ലെങ്കിൽ യഥാർത്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്ന തുല്യമാണ് ഈ വാദം. കാരണം അദ്ദേഹം 4 അതിൽ കൂടുതൽ വിവാഹം കഴിക്കുകയും മറ്റുള്ളവർക്ക് ഹലാലായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കുകയില്ല. അപ്പോൾ ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ ചുരുങ്ങിയ രൂപത്തിലുള്ള ചരിത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ മഹാന്മാരായ സ്വഹാബത്തിന്റെ മാർഗം പിന്തുടരാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അവരുടെ ഉപദേശങ്ങൾ അത് നമ്മുടെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തരുമാറാകട്ടെ. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها والحمد لله رب العالمين.